നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുവാൾ കൊണ്ട് യുവാവിനെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാര നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. തൊഴിൽ സഹായ കേന്ദ്രങ്ങളുടെയും പ്രവർത്തന ഭാരവാഹികളുടെയും കെഡിസ്കിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണ നടത്തി. സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇരിങ്ങാലക്കുട കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ സഹകരണ ജനാധിപത്യ വേദി സഹകാരി ധർണ നടത്തി. ഷീ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനവും 1ാം വാർഷികവും ഫിറ്റ്നസ് സെന്ററിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വന്യജീവി മനുഷ്യ സംഘട്ടനം ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വിശദമായ വാർത്തയിലേക്ക്. കൊടുവാൾ കൊണ്ട് യുവാവിനെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ആളൂർ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ സഹോദരൻ കുഞ്ഞുമല്ലു എന്ന അരുൺ, ആളൂർ സ്വദേശി കൈനാടത്ത് പറമ്പിൽ ജെനിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പുമായി അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അമീഷിനെ വെട്ടുകയായിരുന്നു. ഇത് തടയാൻ ചെന്ന സഹോദരൻ അജീഷിന്റെ ഇടത് കൈക്ക് വെട്ടേറ്റു, 2 വിരലുകളറ്റു. അമീഷിനെ ഇരുമ്പ് കമ്പികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അമീഷിനോട് ചെറിയ മല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെ സംഭവ ദിവസം പിടികൂടിയിരുന്നു. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് എന്നിവരുടെ സംഘമാണ് പിടികൂടിയത്. 2 ദിവസമായി ഇടപ്പിള്ളി, തൃശൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ ഇന്നലെ ഉച്ചയോടെ ചേർപ്പ് പാറക്കോവിലിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാര നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 ശ്രീനാരായണപുരം പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിനടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ മുമ്പിൽ പോയിരുന്ന ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ പീറ്ററാണ് കാർ ഓടിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ സൂസൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. അളകപ്പ നഗർ ത്യാഗരാജാൻ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുത്ത പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജെയ്സൺ കോനംപ്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വർഗീസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് നടന്ന ശ്രാദ്ധ ഊട്ടിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. തിരുശേഷിപ്പ് വണങ്ങുന്നതിനായുള്ള സൗകര്യങ്ങൾ പിതാപാതയിൽ ഒരുക്കിയിരുന്നു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധന കുടുംബത്തിന് നിർമ്മിച്ച 2ാമത്തെ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് ചടങ്ങിൽ നടന്നു. തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും തൊഴിൽ സഹായ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ജില്ലാ ഭാരവാഹികളുടെയും കെ-ഡിസ്കിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കേരള നോളേജ് എക്കോണമി മിഷൻ അസോസിയേറ്റ് ഡയറക്ടർ നോർബു പവിത്രൻ, KRP അബ്ദുൾ റസാഖ് എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു. പരിയാരം പ്രസിഡന്റ് മായ NS, കാടുകുറ്റി പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ, മെമ്പർമാരായ MD ബാഹുലയൻ, ഇന്ദിര പ്രകാശൻ, കൊരട്ടി കാടുകുറ്റി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ, കൊരട്ടി, മേലൂർ, കോടശ്ശേരി പഞ്ചായത്തുകളിലെ കമ്മ്യൂണിറ്റി അംബാസിഡർമാർ, കില തീമാറ്റിക് എക്സ്പെർട്ട്, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ, കെ-ഡിസ്ക് പ്രതിനിധി, കാടുകുറ്റി, പരിയാരം പഞ്ചായത്തുകളിലെ DRP തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് കോർഡിനേറ്റർ VK ശ്രീധരൻ സ്വാഗതവും ജോയിന്റ് BDO ജഗദീഷ് P നന്ദിയും പറഞ്ഞു. BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണ നടത്തി. കേരളത്തിലെ 26,000 വരുന്ന ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സമിതി അംഗങ്ങളായ KA സുരേഷ്, KP ജോർജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് പിഷാരിക്കൽ, മണ്ഡലം ഭാരവാഹികളായ KU ദിനേശൻ, PK മുരളി, PT ജോസ്, സുഗു പാപ്പാരി, KS കുമാർ, മഞ്ജു ഗിരീഷ്, AK ഓമന, സുജാത സജീവൻ എന്നിവർ പ്രസംഗിച്ചു. സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണം. സഹകരണ ജനാധിപത്യ വേദി പ്രാഥമിക സഹകരണ സംഘങ്ങളെ മുതൽ കാർഷിക സഹകരണ സംഘങ്ങളെ വരെ തകർക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇരിങ്ങാലക്കുട കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ സഹകരണ ജനാധിപത്യ വേദി സഹകാരി ധർണ നടത്തി. ധർണ സഹകരണ ജനാധിപത്യ വേദി മുകുന്ദപുരം താലൂക്ക് ചെയർമാൻ ആന്റോ പെരുമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. AITU ബാങ്ക് ചെയർമാനും മുൻ KPCC സെക്രട്ടറിയുമായ MP ജാക്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ MK അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും താലൂക്ക് ജനറൽ കൺവീനറുമായ ജോമോൻ വലിയ വീട്ടിൽ സ്വാഗതവും പുതുക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു നന്ദിയും പറഞ്ഞു. DCC സെക്രട്ടറിമാരായ സതീഷ് വിമലൻ, ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, മണ്ഡലം പ്രസിഡന്റ് അബ്ദു ഹഖ്, വിജയൻ എളയേടത്ത് എന്നിവർ ആശംസകൾ നേർന്നു. 1 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഷീ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനവും 1ാം വാർഷികവും ഫിറ്റ്നസ് സെന്ററിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വാർഡ് മെമ്പർ രാധാ വിശ്വംഭരൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം A രാജീവ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, പ്രീത സജീവൻ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി മനുഷ്യ സംഘടനം ഒഴിവാക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. മരന്തരപ്പിള്ളി, മറ്റത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം പതിവായ സാഹചര്യത്തിൽ KK രാമചന്ദ്രൻ MLAയുടെ ആവശ്യപ്രകാരമാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തത്. സംസ്ഥാന വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, KK രാമചന്ദ്രൻ MLA, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മുൻ പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കലാപ്രിയ സുരേഷ്, അശ്വതി വിബി, ബ്ലോക്ക് മെമ്പർ EK സദാശിവൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, തൃശൂർ മേഖല വൈൽഡ് ലൈഫ് വാർഡൻ
അടലരശൻ, ചാലക്കുടി DFO വെങ്കിടേശ്വരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജിനീഷ്, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ, വസുപ്രദ പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 8290 രൂപ, പവന് 66,320 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുവാൾ കൊണ്ട് യുവാവിനെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാര നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. തൊഴിൽ സഹായ കേന്ദ്രങ്ങളുടെയും പ്രവർത്തന ഭാരവാഹികളുടെയും കെഡിസ്കിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണ നടത്തി. സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇരിങ്ങാലക്കുട കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ സഹകരണ ജനാധിപത്യ വേദി സഹകാരി ധർണ നടത്തി. ഷീ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനവും 1ാം വാർഷികവും ഫിറ്റ്നസ് സെന്ററിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വന്യജീവി മനുഷ്യ സംഘട്ടനം ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.